ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മത്തങ്ങ വെച്ചിട്ടുള്ള ഐറ്റമായിട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമ്മളിന്ന് മത്തങ്ങ വിളയിക്കാൻ പോകട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല മൂത്ത് വിളഞ്ഞ പാകമായൊരു മത്തങ്ങയായിട്ട് എടുക്കണ്ടേ. തൊലിയൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിലുള്ള മത്തങ്ങ എടുക്കണേ. ഇതിന് കുറച്ച് പാകം കുറവ് എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് മൂത്തതാട്ടോ. അപ്പോൾ നമ്മളിത് തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഉള്ളിലെ കുഴിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാവേ. നമ്മൾ മത്തങ്ങ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കാം കേട്ടോ. തീരെ ചെറിയ പീസാക്കണ്ട, അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള പീസാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒത്തിരി ചെറുതാക്കിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ മത്തങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം 1 കിലോ അടുത്തുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മത്തങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമായിട്ട് ഒഴിക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മത്തങ്ങ വേവുന്ന സമയത്ത് നമുക്ക് അടുത്ത പണി ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് കുത്തരി എടുത്തിട്ട് നമുക്കൊന്ന് കഴുകി വാരി നമുക്കൊരു അരിപ്പയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഉരുക്കിയിട്ട് നമുക്കതൊന്ന് അരിച്ചു മാറ്റി വയ്ക്കാവേ. അതിനുശേഷം നമുക്ക് ഈ തോർന്നിരിക്കുന്ന അരി എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അത് 2 ബാച്ചസായിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചൂടാറിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ ഈ അരി പൊടിക്കുന്നതിൻ്റെ കൂടെ ഒരു 5-6 ഏലക്കായും കൂടി തൊലി കളഞ്ഞിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതും 2 ബാച്ചസായിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ശർക്കര ഉരുക്കി വെച്ചത് കുറച്ചങ്ങ് ടൈറ്റായി പോയിരുന്നു. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് മത്തങ്ങയുടെ ആ വെള്ളം, മത്തങ്ങ വേവിച്ച വെള്ളമില്ലേ, അത് ഇട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 കപ്പ് തേങ്ങ ചെരുകിയതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങയില്ലേ, അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂണും കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. മിക്സിയിലൊന്നും ഇട്ട് ഉടച്ചെടുക്കരുത്, അരച്ചെടുക്കരുത് കേട്ടോ. നന്നായിട്ടത് പായസം പോലെ ആയിപ്പോവും. അങ്ങനെ വേണ്ട, നമുക്കിത് സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഇത്
ആ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരിപ്പൊടി ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ബൗളിലേക്ക് ഇടുന്നതിൻ്റെ വീഡിയോ കട്ടായി പോയിരുന്നു കേട്ടോ, ഞാനത് കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്ത് എൻ്റെ മുകളിലൊരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.